കരാട്ടെ മാസ്റ്ററായിരുന്ന രാജാറാമിന്റെ ഫാമിലിയിൽ മൊത്തം 4 പേരാണ് ഉണ്ടായിരുന്നത്. അയാളുടെ ഭാര്യ നീലവേണി, മകൾ നിള, പിന്നെ ടൗണിൽ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന അയാളുടെ സഹോദരൻ ഇളങ്കോ എന്നിവരായിരുന്നു അത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അയൽപ്പക്കത്തെ ഒരു പയ്യനിൽ നിന്നും അടി വാങ്ങിക്കൂട്ടി വീട്ടിലേക്ക് എത്തിയ നീള തന്റെ അമ്മയോട് പരാതി പറഞ്ഞു. എന്നാൽ അമ്മ ഇടപെടും മുന്നേ രാജാറാം ഇടപെടുകയും നിനക്ക് 2 കൈയില്ലേ എന്നും പോയി അവനെ തിരിച്ചടിച്ചിട്ട് വാ എന്നും പറഞ്ഞ് അവളെ പറഞ്ഞയച്ചു. അങ്ങനെ അച്ഛന്റെ മോട്ടിവേഷനിൽ അവൾ തിരിച്ച് തല്ലാൻ പോവുകയും ആദ്യം വാങ്ങിച്ചതിന്റെ ഇരട്ടി അടിയും വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്കും എത്തി. ഇനി ഒരു അംഗത്തിനിറങ്ങും മുന്നേ നന്നായി പ്രിപ്പയർ ചെയ്യണമെന്ന് മനസ്സിലാക്കിയ നിള അച്ഛനായ രാജാറാമിനോട് തന്നെ കരാട്ടെ പഠിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് കരാട്ടെ ഒക്കെ പഠിച്ചവൾ അയൽപ്പക്കത്തെ ആ പയ്യനോടുള്ള തന്റെ പഴയ കണക്കൊക്കെ തീർക്കുകയും പിന്നീട് പല കരാട്ടെ ടൂർണമെന്റുകളിലും പങ്കെടുത്ത് പ്രൈസ് നേടുകയും ചെയ്തു. എന്നാൽ ഒരു ദിവസം ഒരു ടൂർണമെന്റിൽ തോറ്റതും അവൾ ആകെ ഡൗണായി. അവളുടെ മൂഡ് ഓഫ് കണ്ട രാജാറാം അവളോടൊരു കാര്യം പറഞ്ഞു. താൻ ചെറുപ്പത്തിൽ പങ്കെടുത്ത 34 ടൂർണമെന്റുകളിൽ ഒരൊറ്റൊരെണ്ണം മാത്രമായിരുന്നു തോറ്റുപോയത്. അന്നു രാത്രി എനിക്ക് ഉറങ്ങാനേ സാധിച്ചില്ല. പിന്നീട് തോൽവിയേക്കാളും ഇനിയൊരിക്കലും ഇതേപോലെ ഉറക്കമില്ലാത്ത രാത്രികൾ എനിക്കുണ്ടാകരുതെന്ന വാശിയിൽ ഞാൻ വീണ്ടും പോരാടി. അതിനുശേഷം ഞാൻ തോൽവി അറിഞ്ഞതേയില്ല. അച്ഛന്റെ അനുഭവം കേട്ടതും കുഞ്ഞു നിലയ്ക്ക് ഏറെ ആശ്വാസമാവുകയും പിന്നീട് ഓരോ മത്സരങ്ങളിലും വീരോടെ മത്സരിച്ചവൾ വിജയം കരസ്ഥമാക്കാൻ തുടങ്ങി. അതിനൊക്കെ ശേഷം ഒരു ദിവസം ചിറ്റപ്പന്റെ കൂടെ ഫുഡ് കഴിക്കുമ്പോൾ തന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയം അവൾ എടുത്ത് പുറത്തേക്കിട്ടു. 34 ടൂർണമെന്റുകളിൽ പങ്കെടുത്ത തന്റെ അച്ഛൻ ഒരേ ഒരു മത്സരത്തിൽ മാത്രമായിരുന്നു തോറ്റിടുന്നത്. അത് ആരോടാണെന്നായിരുന്നു അവളുടെ ആ സംശയം. അതിന് ചിറ്റപ്പൻ നൽകിയ മറുപടിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയി. കാരണം തന്റെ അച്ഛനെ തോൽപ്പിച്ച ആ ആൾ തന്റെ അമ്മ തന്നെയായിരുന്നു എന്നാണ് ചിറ്റപ്പൻ അവൾക്ക് കൊടുത്ത മറുപടി. അവളുടെ അമ്മയുടെ അച്ഛനായിരുന്നു ഇവരെയൊക്കെ കരാട്ടെ പരിശീലിപ്പിച്ചതെന്നും ചിറ്റപ്പൻ അവളോട് പറഞ്ഞു. പിന്നീട് ഒരു ദിവസം ഒരു ഹോട്ടലിൽ വെച്ച് കുറച്ച് ഗുണ്ടകൾ ചേർന്ന് ഒരു ചെറുപ്പക്കാരനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കണ്ടതും ആ പയ്യൻ ആരാണെന്ന് പോലും അറിയില്ലെങ്കിലും ആ ഗുണ്ടകളെ അടിച്ചിട്ട് രാജാറാം അവനെ രക്ഷിച്ചു. എന്തിനാണ് നമുക്ക് അറിയാത്തവർക്ക് വേണ്ടി അച്ഛൻ തല്ലുകൂടിയതെന്ന് നിള രാജാറാമിനോട് ചോദിച്ചെങ്കിലും ഇത്തരത്തിൽ നിസ്സഹായാവസ്ഥയിലുള്ള ആരെ കണ്ടാലും സ്വന്തവും ബന്ധവും ഒന്നും നോക്കാതെ അവരെ നാം സഹായിക്കണമെന്നും ഇതുപോലൊരു അവസരത്തിലാണ് ആരും സഹായിക്കാനില്ലാതെ തന്റെ സഹോദരിയെ തനിക്ക് നഷ്ടപ്പെട്ടതെന്നും രാജാറാം അവളോട് പറഞ്ഞു. സഹോദരിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അവളുടെ നിള എന്ന പേര് പോലും തന്റെ മകൾക്ക് അയാൾ നൽകിയത്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. കുഞ്ഞു നിള ഇപ്പോൾ വലിയൊരു പെണ്ണായി മാറി. നിസ്സഹായാവസ്ഥയിൽ ആരെ കണ്ടാലും എന്ത് വില കൊടുത്തും അവരെ സഹായിക്കണമെന്ന പണ്ട് അച്ഛൻ പറഞ്ഞ വാക്കുകൾ മനസ്സിൽ കുറിച്ചിട്ടവൾ ബസ് യാത്രക്കിടെ ഒരു സ്ത്രീയുടെ പ്രശ്നം കേൾക്കാനിടയായി. ഒരു വലിയ ഗുണ്ട കൈവശപ്പെടുത്തിയ ആ സ്ത്രീയുടെ സ്ഥലം തിരിച്ചു ലഭിക്കാനായി നിള അവരുടെ കൂടെ ആ ഗുണ്ടയുടെ വീട്ടിലേക്ക് എത്തുകയും എല്ലാത്തിനെയും പഞ്ഞിക്കിട്ട് അവർക്ക് ആ സ്ഥലം നേടിക്കൊടുക്കുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം താൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ബോസും തന്നോട് അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ചതും അവരുടെ ഓഫീസ് ക്യാബിനുള്ളിൽ വെച്ച് തന്നെ അവൾ അടിച്ചയാളുടെ ഊപ്പാടിളക്കി. ഓഫീസിൽ വെച്ച് തന്നെ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ച മറ്റൊരു സഹപ്രവർത്തകനും ബോസിന് നൽകിയ അതേ ട്രീറ്റ്മെന്റ് തന്നെ ഏറെ സന്തോഷത്തോടെ അവൾ നൽകി. അങ്ങനെ നിലയുടെ കഥ ഒരു വശത്തൂടെ അങ്ങ് പോകുമ്പോൾ തമിഴ്നാട്ടിലെ മറ്റൊരു വശത്ത് വലിയൊരു മൈനിങ് കമ്പനി ഒരു ഗ്രാമത്തിലെ കുന്നിൻ ചെരുവിൽ നിന്നും വില കൂടിയ ബ്ലാക്ക് കോപ്പർ മൈൻ ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാനിംഗ് നടത്തുകയായിരുന്നു. തങ്ങളുടെ ലക്ഷ്യം നേടാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ആ കമ്പനിയുടെ ഉടമസ്ഥനായ വരുൺ 7000 കോടി രൂപയോളം ലാഭം ലഭിക്കുന്ന ഈ പ്രൊജക്ടിന് പെർമിഷന് വേണ്ടി ഒരു മന്ത്രിയെ ചെന്ന് കണ്ടു. 1000 കോടി വൈറ്റായി തന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്കതിനായുള്ള പെർമിഷൻ തരാമെന്നും മൈനിങ് കാരണം ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡ് മൂലം സമീപത്തുള്ള ഗ്രാമവാസികൾ മരണപ്പെട്ടാലും അതൊക്കെ നമുക്ക് കവറപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് മന്ത്രി വരുണുമായി ഒരു വലിയ ഡീലുണ്ടാക്കി. അങ്ങനെ അവരുടെ പ്രൊജക്ടിന്റെ ആദ്യപടിയായി തങ്ങൾക്ക് ഭീഷണിയായേക്കാവുന്ന ആ ഗ്രാമത്തിലെ ഒരു എൻവിറോൺമെന്റൽ ആക്ടിവിസ്റ്റിനെ കൊലപ്പെടുത്തി അവർ തങ്ങളുടെ ദൗത്യവുമായി മുന്നോട്ടേക്ക് പോയി. എന്നാൽ മൈനിങ്ങിനുള്ള പെർമിഷൻ ലഭിക്കാൻ 1000 കോടി ആ മന്ത്രിക്ക് നൽകേണ്ടിയിരുന്നതിനാൽ വരുൺ തന്റെ സുഹൃത്തായ എബ്രഹാമിനെ വിളിച്ച് വൈറ്റായി 1000 കോടി ട്രാൻസ്ഫർ ആക്കാനുള്ള പരിപാടി നോക്കാൻ പറഞ്ഞു. ഇവിടുത്തെ മുഴുവൻ ബ്ലാക്ക് മണിയും ദുബായിലുള്ള ഒരു ഏജന്റിന് കൈമാറി അവിടുന്ന് വൈറ്റ് മണി മന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ. ദുബായിലെത്തി ഏജന്റിന് കൈമാറാനുള്ള ഒരു കോഡ് എന്ന രൂപത്തിൽ ഇവിടുത്തെ ഏജന്റ് എബ്രഹാമിന്റെ കയ്യിൽ ഒരു 100 രൂപ നൽകുകയും ദുബായിലെത്തി സുരക്ഷിതമായി അത് മറ്റൊരു ഏജന്റിന് കൈമാറാനും പറഞ്ഞു. അങ്ങനെ എല്ലാം ഏകദേശം സെറ്റായിരുന്നപ്പോഴാണ് പോകുന്ന വഴിയിൽ നൈറ്റ് പെട്രോളിംഗിലായിരുന്ന പോലീസിന്റെ മുന്നിൽ വെച്ച് തന്നെ ഒരു ആക്സിഡന്റ് പറ്റിയ എബ്രഹാം നേരെ അവരുടെ കെയർ ഓഫിൽ ഹോസ്പിറ്റലിൽ എത്തുന്നത്. പോലീസ് അവനെ തിരിച്ചറിയുന്നതിന് മുൻപ് വരുണിന്റെ ഗുണ്ടകൾ അവനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ബെഡിൽ കിടക്കുന്ന ഇവൻ ഒരു ഗുണ്ടയാണെന്നും അവരുടെ നേതാവാണെന്നും മനസ്സിലാക്കിയ അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ എബ്രഹാമിന്റെ കാലിൽ വെടിവെച്ച് അവനെ രക്ഷിക്കാമെന്നവരെ തിരിച്ചയച്ചു. പിന്നീട് ബോധം വന്ന എബ്രഹാം മറ്റാരെയും കാത്തു നിൽക്കാതെ തനിക്ക് കാവലായി നിന്ന മുഴുവൻ പോലീസുകാരെയും കൊലപ്പെടുത്തി ആ ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെട്ടു. ബുള്ളറ്റ് കൊണ്ടത് കാരണം കാലിൽ മുറിവുള്ളതിനാൽ അതിന് മെഡിസിൻ വാങ്ങാനായി തന്റെ കൂട്ടത്തിൽ പുതുതായി ജോയിൻ ചെയ്ത ഒരുത്തനെ അവൻ പറഞ്ഞു വിട്ടു. ഇനിയാണ് കഥകൾ തമ്മിൽ കണക്ട് ആകുന്നത്. ആ മെഡിസിൻ വാങ്ങാൻ എത്തിയ ഗുണ്ട നേരെ ചെന്ന് കയറിയത് രാജാറാമിന്റെ സഹോദരൻ നടത്തുന്ന ആ മെഡിക്കൽ സ്റ്റോറിലേക്കായിരുന്നു. ഇളങ്കോ ഒരാവശ്യവുമായി സ്ഥലത്തില്ലാത്തതിനാൽ ആ കടയിൽ അപ്പോഴുണ്ടായിരുന്നത് നമ്മുടെ നിളയായിരുന്നു. അയാൾ
മരുന്നിന്റെ പേര് കാണിച്ചതും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തനിക്കിത് തരാൻ സാധിക്കില്ലെന്ന് അവൾ പറഞ്ഞു. എന്നാൽ അത് മുൻകൂട്ടി മനസ്സിലാക്കിയ ആ ഗുണ്ട കത്തി കാണിച്ച് അവളെ ഭീഷണിപ്പെടുത്തി മരുന്ന് വാങ്ങാൻ ശ്രമിച്ചു. അനാവശ്യമായി അടിപിടി കൂടില്ലെന്ന് തന്റെ അമ്മയ്ക്ക് വാക്കുകൊടുത്തത് കാരണം തന്റെ ദേഷ്യത്തെ അടക്കി നിർത്തി നില അയാൾക്ക് മെഡിസിൻ നൽകി. എന്നാൽ അതും വാങ്ങി അവിടെ നിന്നും തിരിച്ചു പോകുന്നതിന് പകരം അവളുടെ കഴുത്തിലെ ചെയിൻ അഴിച്ചു തരാൻ കൂടെ അയാൾ ഭീഷണിപ്പെടുത്തിയതും തന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കൊക്കെ കാറ്റിൽ പറത്തി നില അയാളുടെ കത്തി കൊണ്ട് തന്നെ അയാളുടെ കൈപ്പത്തിയിൽ കുത്തിക്കയറ്റി അവനെ അടിച്ചങ്ങ് പഞ്ചറാക്കി. പിന്നീട് പോലീസ് വന്ന അയാളെ പിടിച്ചുകൊണ്ടു പോവുകയും ഒരു FIR തയ്യാറാക്കാൻ നിലയോട് സ്റ്റേഷനിലേക്ക് വരാനും പറഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞാൽ തന്റെ അച്ഛൻ വരുമെന്നും അച്ഛന്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരാമെന്നും പറഞ്ഞ് അവൾ പോലീസിനെ പറഞ്ഞു വിട്ടു. സ്റ്റേഷനിലെത്തിയ ആ ഗുണ്ട ആരും കാണാതെ അവിടെ ചാർജിനിട്ടൊരു ഫോൺ എടുത്ത് നേരെ ബാത്റൂമിലേക്ക് കയറി എബ്രഹാമിനെ വിളിച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. തന്റെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്നത് കാരണം നിലയിൽ നിന്നും കിട്ടിയ മാരകമായ അടികളൊക്കെ സ്കിപ്പ് ചെയ്താണ് അയാൾ എബ്രഹാമിനോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞത്. FIR കൊടുക്കാൻ നില സ്റ്റേഷനിലേക്ക് എത്തിയാൽ കേസ് കൂടുതൽ വഷളാകുമെന്നും അവൻ വാങ്ങാൻ ചെന്ന മെഡിസിൻ വെച്ച് പോലീസുകാരെ കൊലപ്പെടുത്തി ഹോസ്പിറ്റലിൽ നിന്നും ചാടിയ കാലിന് ബുള്ളറ്റ് കൊണ്ട താനാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് പെട്ടെന്ന് തന്നെ കണ്ടെത്തുമെന്നും എബ്രഹാമിന് തോന്നി. തനിക്കെതിരെ അവർ തിരിയാതിരിക്കണമെങ്കിൽ ആ ഗുണ്ടയുടെ കേസ് കൂടുതൽ മുന്നോട്ട് പോകാൻ പാടില്ലെന്ന് മനസ്സിലാക്കിയ എബ്രഹാം FIR കൊടുക്കാനിരിക്കുന്ന നിളയെയും അവളുടെ ഫാമിലിയെയും അങ്ങ് കൊന്നുകളയാൻ തീരുമാനിച്ചു. അവരുടെ കണക്ഷൻ ഉപയോഗിച്ച് നിളയെയും അവളുടെ ഫാമിലിയെ പറ്റിയും അവർ ഡീറ്റെയിൽസ് എടുത്തതും ചെറിയൊരു സാങ്കേതിക തകരാറ് മൂലം അവളുടെ അപ്പൻ ഒരു കരാട്ടെ മാസ്റ്റർ എന്നതിനു പകരം ഒരു ഹെഡ് മാസ്റ്റർ എന്നായിരുന്നു എബ്രഹാമിന്റെ ഗുണ്ടകൾ കേട്ടത്. അതോടെ ഇതൊക്കെ വെറും ചീള കേസാണെന്ന് കരുതി വെറും 5 പേരെ മാത്രം കൂട്ടി എബ്രഹാമിന്റെ ഗ്യാങ്ങിലെ ശിവ രാജാറാമിന്റെ വീട്ടിലേക്ക് എത്തി. എന്നാൽ പാവം ഒരു ഹെഡ് മാസ്റ്ററുടെ കുടുംബത്തെ തീർക്കാൻ വന്ന അവർക്ക് അടി തുടങ്ങിയപ്പോഴാണ് ഇത് തങ്ങൾ ഉദ്ദേശിച്ച ഹെഡ് മാസ്റ്റർ അല്ലെന്നും ഒരു ഹെഡ് മാസ്റ്റേഴ്സും ഒരിക്കലും ഇങ്ങനെ പെരുമാറില്ലെന്നും അവർ മനസ്സിലാക്കിയത്. പക്ഷേ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയും മുന്നേ അച്ഛനും അമ്മയും മകളും ചേർന്ന് ആ 5 ഗുണ്ടകളുടെയും കഥ കഴിച്ചു. ഒരാവേശത്തിന്റെ പുറത്ത് തല്ലിയപ്പോൾ എല്ലാത്തിന്റെയും കാറ്റുപോയെന്ന് മനസ്സിലാക്കിയ അവർ വീടിന്റെ പിറകുവശത്ത് പുതിയൊരു ടോയ്ലറ്റിന് വേണ്ടിയുള്ള കുഴിയിൽ അവരെ കൊണ്ടിട്ട് മണ്ണിട്ട് മൂടി. ഇവരൊക്കെ നേരത്തെ മെഡിക്കൽ ഷോപ്പിൽ വന്ന് പ്രശ്നമാക്കിയ ആ ഗുണ്ടയുടെ ആൾക്കാരാണെന്ന് മനസ്സിലാക്കിയ രാജാറാം ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും തങ്ങളെ അന്വേഷിച്ച് ഇനി ആരും വരാതിരിക്കാനും മരിച്ചവരുടെ ഫോണുകളൊക്കെ ദൂരെയുള്ള ഒരു കായലിലേക്ക് വലിച്ചെറിഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മെഡിക്കൽ ഷോപ്പിലെ പ്രശ്നത്തിൽ തങ്ങൾക്ക് പരാതിയൊന്നുമില്ലെന്ന് പറഞ്ഞ് ആ കേസ് അങ്ങ് പിൻവലിച്ചു. പക്ഷേ ആ ഗുണ്ടയെ വിടാൻ മനസ്സിലാഞ്ഞ പോലീസ് ഓഫീസർ പബ്ലിക് ന്യൂസൻസ് എന്ന പേരിൽ ഒരു കേസ് ചാർത്തി അവനെ സ്റ്റേഷനിലെ ജയിലിൽ തന്നെ അടച്ചു. ഇതിനിടയിൽ നിലയുടെ ഫാമിലിയെ തീർക്കാൻ തങ്ങൾ അയച്ച ഗുണ്ടകളുടെ വിവരങ്ങളൊന്നും ഇല്ലാതായതോടെ എബ്രഹാം വളരെ അസ്വസ്ഥനാവാൻ തുടങ്ങി. പക്ഷെ അപ്പോഴായിരുന്നു അവനെ അതിലും അസ്വസ്ഥനാക്കുന്ന ഒരു കാര്യം അവൻ ശ്രദ്ധിച്ചത്. ദുബായിലേക്ക് പോയി 1000 കോടി ലഭിക്കാൻ ആ ഏജന്റിനെ കാണിക്കേണ്ടിയിരുന്ന 100 രൂപ തന്റെ പേഴ്സിലായിരുന്നു എബ്രഹാം വച്ചിരുന്നത്. എന്നാൽ കുറച്ചു മുന്നേ നിലയുടെ ഫാമിലിയെ കൊലപ്പെടുത്താൻ പോകുന്നതിനിടെ അബദ്ധത്തിൽ ശിവ എന്ന മറ്റൊരു ഗുണ്ട തന്റെ പേഴ്സാണെന്ന് കരുതി അതെടുത്ത് പോക്കറ്റിലിട്ടിരുന്നു. പോയി കുറെ സമയമായിട്ടും ശിവയെയും ഗാങ്ങിനെയും പറ്റി ഒരു വിവരം ലഭിക്കാത്തതും വിളിച്ചിട്ടാണെങ്കിൽ എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആയിരിക്കുന്നതും അവരെ കൂടുതൽ ഭയത്തിലാക്കി. ആ ഫാമിലിയെ കൊന്നതിനു ശേഷം ശിവയെയും ഗാങ്ങിനെയും ചിലപ്പോൾ പോലീസ് പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതിയ എബ്രഹാമിന്റെ ഗാങ്ങിൽ തന്നെയുള്ള ശിവയുടെ ചേട്ടൻ പോലീസ് ഇൻസ്പെക്ടറുടെ മകനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയി തന്റെ അനിയനെയും ആളുകളെയും വിട്ടയക്കാൻ അയാളെ ഭീഷണിപ്പെടുത്തി. എന്നാൽ താനാരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നും തന്റെ ഭാര്യയെയും മകനെയും ഒന്നും ചെയ്യരുതെന്നുള്ള മറുപടിയായിരുന്നു ആ ഇൻസ്പെക്ടറിൽ നിന്നും അവർക്ക് ലഭിച്ചത്. അതോടെ അവർക്ക് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നാലോചിച്ച് അവർക്കൊരു എത്തും പിടിയും കിട്ടാതായി. എന്നാൽ അതിനേക്കാളും പ്രധാനമായി ആ പേഴ്സിലുള്ള 100 രൂപ നോട്ട് ലഭിച്ചില്ലെങ്കിൽ തന്റെ കാര്യം പോക്കാണെന്നറിയാവുന്ന എബ്രഹാം ഒടുവിൽ നേരിട്ടു തന്നെ രാജാറാമിന്റെ വീട്ടിലേക്കെത്തി ഒരു അന്വേഷണം നടത്തി. അപ്പോൾ ആ സമയത്ത് വീട്ടിൽ അമ്മയും മകളും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുത്തെ പൊട്ടി കസേരയും ചോരപ്പാടുകളും കണ്ട ഉടനെ ശിവയ്ക്കും ഗ്യാങ്ങിനും ഇവിടെ വെച്ചെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ അവന് ബോധ്യപ്പെട്ടു. മുന്നേ വന്ന ഗുണ്ടകളുടെ നേതാവാണ് ഇപ്പോൾ തങ്ങളുടെ മുന്നിലുള്ളതെന്ന് മനസ്സിലാക്കിയ അവർ നിന്റെ ടീമിനെയൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ തീർത്തുവെന്നും ഇപ്പോൾ നിന്നെയും തീർക്കുമെന്നും പറഞ്ഞ് അവനെ കയറി അടിക്കാൻ തുടങ്ങി. പക്ഷേ മറ്റുള്ളവരെ പോലെ എബ്രഹാമിനെ അവർക്ക് തങ്ങളുടെ കയ്യിലൊതുക്കാനായില്ല. പുറത്തായിരുന്ന രാജാറാമും വേഗം വീട്ടിലേക്കെത്തി അവനോട് ഫൈറ്റ് ചെയ്തെങ്കിലും അയാൾക്കും അവന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അവന്റെ അഴിഞ്ഞാട്ടത്തിൽ തളർന്ന നിലത്ത് വീണ അവർ ഓരോരുത്തരും മരണത്തെ മുഖാമുഖം കാണാൻ തുടങ്ങി. കിട്ടിയ അവസരത്തിൽ എബ്രഹാം തന്റെ വാളെടുത്ത് നീലവേണിയുടെ കഴുത്തിൽ കുത്തിയിറക്കാൻ നോക്കിയതും ഇത്രയും നാളും സ്ഥലത്തില്ലാതിരുന്ന ഇളങ്കോ അവരുടെ രക്ഷകനായി അവതരിച്ചു. ഇളങ്കോ വന്നതോടെ മരണത്തെ മുഖാമുഖം കണ്ടിരുന്നവർക്ക് ജീവൻ വയ്ക്കുകയും അവന്റെ സഹായത്തോടെ അവരെല്ലാവരും ചേർന്ന് എബ്രഹാം എന്ന കൊടുമ്പില്ലനെ തളച്ചിട്ടു. പിന്നീട് തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ എബ്രഹാമിൽ നിന്നും മനസ്സിലാക്കിയ അവർ നിരവധി പേരുടെ മരണത്തിന് കാരണമായേക്കാവുന്ന ആ മൈനിങ് നടക്കാതിരിക്കാൻ തങ്ങൾ കൊന്നുതള്ളി അവരുടെ കുഴി തോണ്ടി ശിവയുടെ പേഴ്സിൽ നിന്നും ആ 100 രൂപ കണ്ടെത്തി 1000 കോടി മൂല്യമുള്ള അതിനെ അങ്ങ് കത്തിച്ചു കളഞ്ഞു. ശേഷം ഒരു സ്പെഷ്യൽ കുഴി കുഴിച്ച് ജീവനോടെ തന്നെ എബ്രഹാമിനെ അതിലേക്കിട്ട് മൂടിക്കളഞ്ഞു. പിന്നീട് അവന്റെ ബാക്കി ഗുണ്ടകളെയും തീർത്ത് അവർ തട്ടിക്കൊണ്ടുപോയ ഇൻസ്പെക്ടറുടെ ഭാര്യയെയും മകനെയും
മകനെയും രാജാറാമും നിളയും ചേർന്ന് രക്ഷപ്പെടുത്തി. അതോടെ ഇടനിലക്കാരായ ഗുണ്ടകളുടെ ശല്യം അവസാനിച്ചെങ്കിലും അവരെയൊക്കെ ഈ ദൗത്യം ഏൽപ്പിച്ച മൈനിങ് കമ്പനിയുടെ ഓണറായ വരുൺ തന്നെ പിന്നീട് കളത്തിലേക്ക് ഇറങ്ങി. രാജാറാമിനെയും കുടുംബത്തെയും തീർക്കാൻ 10-50ഓളം വരുന്ന ഗുണ്ടകളെ അയാൾ അവരുടെ വീട്ടിലേക്ക് അയച്ചു. എന്നാൽ ആ സമയം തന്നെ ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കാനായി വരുണിനെ തേടി രാജാറാമും നിളയും അവന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. ബോഡികൾ കുഴിച്ചിടാൻ ഇനി വീട്ടിൽ സ്ഥലമില്ലാത്തതിനാൽ വീട്ടിലേക്ക് എത്തിയ വരുണിന്റെ ഗുണ്ടകളെ കൊല്ലാൻ നിൽക്കാതെ നീലവേണിയും ഇളങ്കോയും ചേർന്ന് അടിച്ചവരെ അവശരാക്കി നേരെ തിരിച്ചയച്ചു. മറുവശത്ത് അച്ഛനും മകളും ചേർന്ന് ഒട്ടും സമയം കളയാതെ വരുൺ എന്ന ഭീമൻ കോർപ്പറേറ്റിനെ നേരെ പരലോകത്തേക്ക് അയച്ച് അവരുടെ പ്രശ്നം എന്നേക്കുമായി തീർപ്പാക്കി.